ഹായ്, എല്ലാവർക്കും നമസ്കാരം. അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ടൈറ്റിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, COVID-19 ആൻഡ് ഹോമിയോപ്പതി. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എന്നോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത്. COVID-19നും ഹോമിയോപ്പതിനെയും ബേസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഒരു വീഡിയോനേക്കാൾ ഉപരി ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ആണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആയിരിക്കും തോന്നി. അപ്പൊ അതുകൊണ്ട് ഇന്നൊരു Q&A സെഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ടിലും വാട്സാപ്പിലും ഒക്കെ ഇങ്ങനെ ഒരു Q&A സെഷനെ പറ്റിയിട്ട് ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അപ്പോൾ അതില് ആൾക്കാർ എന്നോട് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ആൻസർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ മനസ്സിലായി, ഓൾമോസ്റ്റ് എല്ലാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ലിങ്ക്ഡ് ആണ്, എല്ലാത്തിന്റെയും ഉത്തരങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് ഒന്ന് ചേർത്തെടുത്ത് ഡിസ്കസ് ചെയ്യാമെന്ന്. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം പറയാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, അലോപ്പതിക് മോഡ് ഓഫ് പ്രിവെൻഷനിൽ നിന്ന് ഹോമിയോപ്പതിക് ഒരു അപ്രോച്ച് എങ്ങനെ ഡിഫർ ചെയ്യുന്നതെന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ ചിന്താഗതിയാണ്. ഹോമിയോപ്പതിക് അപ്രോച്ച് ഒരിക്കലും അലോപ്പതിക് മോഡിൽ നിന്ന് ഡിഫറെന്റ് അല്ല. കാരണം നമ്മൾ മെയിനായിട്ട് പറയുന്ന ആ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഹോമിയോപ്പതി ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, അതെല്ലാം തന്നെ നമ്മളും പാലിക്കണം. പിന്നെ ഇതിന്റെ കൂടെ ചോദിച്ചിരിക്കുന്നതാണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എടുത്തെന്ന് കരുതിയിട്ട് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിൽ ഒരു റിലാക്സേഷൻ എടുക്കാൻ പറ്റുമെന്ന്. അബ്സല്യൂട്ട്ലി നോ ആണ് അതിന്റെ ഉത്തരം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിന്റെ പർപ്പസ് ശരിയാണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അസുഖങ്ങളെ, അല്ലെങ്കിൽ അതിപ്പം കോവിഡ് ആണെങ്കിലും ശരി, ഏത് ഡിസീസ് ആണെങ്കിലും ശരി, നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പാത്തജനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് ഒരു എക്സ്ട്രാ കേപ്പബിലിറ്റി നമ്മൾ കൊടുക്കുകയാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ ഏത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കഴിക്കുന്നത്, ഏത് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റിന്റെ ആണെങ്കിലും ശരി, നമ്മൾ ബാക്കി ജനറൽ ആയിട്ട് പറയുന്ന എല്ലാ മെഷേഴ്സും, അതായത് മാസ്ക് യൂസ് ചെയ്യണം എന്നുള്ളതും, അതുപോലെ നമ്മുടെ പേഴ്സണൽ ഹൈജീനും, അതുപോലെ ഹാൻഡ്സ് ഒക്കെ എപ്പോഴും വാഷ് ചെയ്ത് വെക്കണം എന്നുള്ള ബാക്കി എല്ലാ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും, സോഷ്യൽ ഡിസ്റ്റൻസിങ്, എല്ലതും തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കഴിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ 4th ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, കുട്ടികളുടെ കാര്യത്തില് ആർസനിക് ആൽബത്തിന്റെ ഡോസേജ് എങ്ങനെയാണ്, പിന്നെ കോവിഡിൽ നിന്ന് കുട്ടികളെ നമ്മൾ എങ്ങനെ കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഇൻ വ്യൂ ഓഫ് ഹോമിയോപ്പതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പ്രിവെന്റീവ് മെഡിസിന്റെ ഡോസേജ് എന്ന് പറയുന്നത് 12 ഇയേഴ്സിന് താഴെയുള്ള, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഗ്ലോബ്യൂൾസിലാണ് നിങ്ങൾ മെഡിസിൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ 2 ഗ്ലോബ്യൂളാണ് ഒരു ഡോസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ദിവസമാണ് കുട്ടികൾക്കും കഴിക്കേണ്ടത്. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെ കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആവാം, പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് എപ്പിഡമിക് ആണെങ്കിലും, അതിപ്പം കോവിഡ് ആവണമെന്നില്ല, അത് വേറെ ഏത് പകർച്ചവ്യാധികളാണെങ്കിലും ശരി, നമ്മൾ ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുട്ടികളും പിന്നെ വലിയ മുതിർന്ന ആൾക്കാർ, അതായത് പ്രായം കൂടിയവരാണ്. ഒരു 65 എബോവ് ഏജും ഈ പറയുന്ന ബിലോ 10 ഇയേഴ്സുമാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഒരു എപ്പിഡമിക് കണ്ടീഷനിൽ കുട്ടികളെ ലീസ്റ്റ് പുറത്തിറക്കുക, ഏറ്റവും കുറച്ച് മാത്രം വെളിയിലേക്ക് ഇറക്കുക. അതുപോലെ മുതിർന്നവരാണെങ്കിലും പോയി വരുമ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് നേരെ തിരിച്ചു കയറി വന്ന ഉടനെ തന്നെ കുട്ടികളുടെ അടുത്തേക്ക് പോകരുത്. നമ്മളുടെ ബാക്കി എല്ലാ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, അതായത് നമ്മൾ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ അല്ലാണ്ട് തന്നെ നമ്മൾ ഹൈജീനിക് ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ കുട്ടികളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വിചാരിക്കും കുട്ടികളെ പുറത്ത് കൊണ്ടുപോകുന്നില്ലല്ലോ, അപ്പൊ അവര് പ്രൊട്ടക്റ്റഡ് ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പുറത്ത് പോയി വരുമ്പോഴും
നമ്മളത് ക്യാരി ചെയ്താണോ കൊണ്ടുവരുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നേരെ പുറത്തു പോയി വന്ന നേരെ ഒരു കുട്ടിയിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമൺ ഫ്ലൂവും കോവിഡിനെയും നമ്മൾ എത്ര ഡിഫറൻസിൽ കാണാറുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈസ് ദാറ്റ് ദ സെയിം മെഡിസിൻ ദാറ്റ് യു ഗീവ് ഫോർ ഫ്ലൂ ഇസ് ഗിവൺ ഫോർ കോവിഡ്? ഒരിക്കലും അല്ല. കോമൺ ഫ്ലൂ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അതിന്റെ മെയിൻ ഒരു സിംറ്റം എന്ന് പറയുന്നത് തന്നെ റണ്ണിങ് നോസ്, സ്നീസിങ്, മൂക്കിന് ഒലിപ്പുണ്ടാവും, തുമ്മലുണ്ടാവും, തലവേദന, പിന്നെന്താ പറയാ ഫ്ലഷിങ്, ഫീവർ, ഇതെല്ലാം ഉണ്ട്. നമ്മൾ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോവിഡിന്റെ ഒരു എന്താ പറയാ സിംറ്റമെറ്റോളജി എന്ന് പറയുന്നത് തന്നെ ഡ്രൈ കഫാണ്. ഡ്രൈ കഫും പിന്നെ ഹൈ ഫീവറും പിന്നെ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുമാണ് നമ്മൾ കോവിഡിന്റെ സിംറ്റം. ഒരു ട്രയോ പോലെ കോവിഡിന് പറയുന്ന മെയിൻ സിംറ്റം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ കോമൺ ഫ്ലൂ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഭയങ്കരമായിട്ട് ഡിസ്ചാർജസ് ആണ് കോമൺ പ്രസന്റേഷൻ ഈ കോമൺ ഫ്ലൂവിന്റെ എന്ന് പറയുന്നത്. പിന്നെ കോവിഡിന് കൊടുക്കുന്ന മെഡിസിൻ ആണോ കോമൺ ഫ്ലൂവിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കോവിഡിന് നമ്മൾ ഇപ്പൊ പറയുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആർസെനികം ആൽബം 30 ആണ്. ഫ്ലൂവിന് നമുക്ക് ഇതല്ലാണ്ട് ഇഷ്ടംപോലെ മെഡിസിൻസ് ഉണ്ട് ഹോമിയോപ്പതിയിൽ തന്നെയാണെങ്കിലും. അപ്പോൾ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അങ്ങനെ രണ്ടിലൊരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇത് രണ്ടും വൈറൽ ഒറിജിൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്രോച്ചും ഡിഫറെന്റ് ആണ്. ഓക്കെ, നമ്മുടെ ടോപ്പ് 2 ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിൽ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആർസെനികം ആൽബം ലോങ് റണ്ണിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബാഡ് എഫക്ട്സ് ഉണ്ടോ എന്നാണ്. അതിന്റെ ഉത്തരം നോ ആണ്. നമ്മൾ ഹോമിയോപ്പതിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ ഈ ആർസെനികം ആൽബം 30 എന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ മില്ലിഗ്രാം അല്ല. 30 എന്ന് പറയുന്നത് ഒരിക്കലും മില്ലിഗ്രാം അല്ല, അതിന്റെ പൊട്ടൻസി ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ലീസ്റ്റ് എമൗണ്ടിലാണ് നമ്മുടെ ബോഡിയിലേക്ക് മെഡിസിൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നതും നൺ അല്ലെങ്കിൽ എന്താ പറയാ അറ്റ് ദ ലീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരിക്കലും ലോങ് റണ്ണിൽ ആർസെനികം ആൽബം ഒരു ബാഡ് എഫക്ട്സും കോസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പ് 1 ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡസ് ആർസെനികം ആൽബം വർക്ക്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ആർസെനികം ആൽബം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ മെഡിസിൻ ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ 3 ലൈൻ ഓഫ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ തേർഡ് ലൈൻ, അങ്ങനെ 3 റേഞ്ച് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സ്കിന്നാണ്. അതൊരു ബാരിയർ ആണ്. അതായത് ഏത് പാത്തജൻ ആണെങ്കിലും, അതിപ്പോൾ വൈറസ് ആണെങ്കിലും ശരി, ബാക്ടീരിയ ആണെങ്കിലും ശരി, നമ്മുടെ ശരീരത്തിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി ശരീരം കൊടുക്കുന്ന ഒരു ബാരിയർ ആണ് നമ്മുടെ സ്കിൻ. അപ്പൊ അതിനെ കടന്നിട്ട് അല്ലെങ്കിൽ അവിടെ ആ കവറിങ് ഇല്ലാത്ത സ്ഥലത്ത് കൂടെയാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ബാക്കി ഒരു എൻട്രി എന്ന് പറയുന്നത് വൈറസിന് ആ ഏരിയാസ് ആണ്. അങ്ങനെ വൈറസ് ഉള്ളിലേക്ക് അല്ലെങ്കിൽ ബാക്ടീരിയ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് മെക്കാനിസം. അതിൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള കുറച്ച് ഘടകങ്ങളാണ് ഈ പറഞ്ഞ ഡിഫൻസ് മെക്കാനിസത്തിൽ ആക്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ മാക്രോഫേജസ് ആവാം, ചിലപ്പോൾ ഡെൻഡ്രൈറ്റിക് സെൽസ് ആവാം. പിന്നെ നെക്സ്റ്റ് ഡിഗ്രിയിലേക്ക് അല്ലെങ്കിൽ തേർഡ് ലൈനിലേക്ക് വരുമ്പോഴുള്ളതാണ് ടി സെൽസ്, ബി സെൽസ്, ഇങ്ങനെ കുറച്ച് കോശങ്ങളുണ്ട് നമ്മുടെ ബ്ലഡിൽ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ഒരു പാത്തജൻ, അത് വൈറസ് ആകുമ്പോൾ പ്രത്യേകിച്ചും കയറി കഴിഞ്ഞാൽ ഡിഫെൻസ് ചെയ്യുന്നത്. അപ്പം ഈ മാക്രോഫേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം കോശമാണ്. അത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വൈറസിന്റെ അടുത്ത് പോയിട്ട് വൈറസിന്റെ അടുത്ത് ചെന്നിട്ട് അത് അതിന്റെ എക്സ്റ്റൻഷൻസ് കൊണ്ടുവന്ന് ഈ വൈറസിനെ അങ്ങ് എൻഗൾഫ് ചെയ്യും, വൈറസിനെ അങ്ങ് പൊതിഞ്ഞെടുക്കും. എന്നിട്ട് മാക്രോഫേജിന്റെ ഉള്ളിൽ, അപ്പൊ അത് മാക്രോഫേജിന്റെ ഉള്ളിലേക്ക് കയറി ആ വൈറസ്, അതിനെ അത് അതിന്റെ എൻസൈംസ് കൊണ്ട്, മാക്രോഫേജസിന്റെ ഉള്ളിലുള്ള എൻസൈംസ് കൊണ്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യും. ഇതാണ് മാക്രോഫേജസിന് വൈറസിന്റെ അടുത്തുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർസെനികം ആൽബം എടുക്കുന്നവരിൽ അധികമായിട്ടും ഒരു മാക്രോഫേജസിന്റെ എണ്ണം അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റിക് സെൽസിന്റെ ഒക്കെ എണ്ണം കൂടുന്നതായിട്ടാണ് സ്റ്റഡി കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താണ് അതിന്റെ ഒരു സയന്റിഫിക് ബേസിസ് എന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി, ഒരു CCRH എന്ന് പറയുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ കീഴിലുള്ള. അവര് ഹോമിയോപ്പതിക് പെർസ്പെക്റ്റീവ്സ് ഇൻ COVID-19 കൊറോണ വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ട് ഷീറ്റ് ഇറക്കിയിരുന്നു. ഇതിൽ അവരാദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എപ്പിഡമിയോളജി, കോവിഡിൻ്റെ ബാക്കി കോസേറ്റീവ് ഏജൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ആവശ്യമുള്ളത്
ഇതിൻ്റെ ഹോമിയോപ്പതിക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യം കൂടി ഇതിൽ ആഡപ്പ് ചെയ്യാണ്. മറ്റ് ജനറൽ മെഷേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു റിലാക്സേഷൻ കിട്ടുമോ എന്ന്. അപ്പം ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഫ്രീക്വൻ്റ്ലി ക്ലീൻ ഹാൻഡ്സ്, ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബ് അല്ലെങ്കിൽ സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്ത് കൈ കഴുകണം എന്ന് പറയുന്നുണ്ട്. കഫ് ചെയ്യുമ്പോഴും സ്നീസ് ചെയ്യുമ്പോഴും ഫ്ലെക്സ്ഡ് എൽബോ അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്യണം. അതുപോലെ തന്നെ യൂസ് ചെയ്ത ടിഷ്യൂ ഉടനെ തന്നെ ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഹാൻഡ്സ് എപ്പോഴും വാഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പനിയും ചുമയും ഉള്ള എല്ലാവരിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ പനി, ചുമ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവർ എത്രയും വേഗം ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ കാണണമെന്നും പ്രീവിയസ് ട്രാവൽ ഹിസ്റ്ററി അവരോട് ഷെയർ ചെയ്യണമെന്നും പറയുന്നുണ്ട്. ലൈവ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അണ്ടർ കുക്ക്ഡ് അല്ലെങ്കിൽ റോ കുക്ക്ഡ് ആനിമൽ പ്രൊഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ റോ മീറ്റ്, മിൽക്ക് അല്ലെങ്കിൽ ആനിമൽ ഓർഗനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. സേഫ്റ്റി പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഹോമിയോപ്പതിക് ആസ്പെക്റ്റ് നോക്കാം. ഹോമിയോപ്പതിക് ആസ്പെക്റ്റിൽ ആദ്യം മറ്റ് എപ്പിഡമിക്സിലൊക്കെ ഹോമിയോപ്പതി എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു എന്നാണ് ആദ്യം പറയുന്നത്. കോളറ, സ്പാനിഷ് ഇൻഫ്ലുവൻസ, യെല്ലോ ഫീവർ, സ്കാർലറ്റ് ഫീവർ, ഡിഫ്തീരിയ, ടൈഫോയിഡ് ഇങ്ങനത്തെയുള്ള എപ്പിഡമിക്സിലൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഹോമിയോപ്പതി പ്രിവെൻറ്റീവായിട്ട് ഒരുപാട് യൂസ് ചെയ്ത കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ട് വിത്ത് റിഗാർഡ് ടു COVID-19 പറ്റി പറയുന്നത് 28 ജനുവരി 2020 അവരൊരു മീറ്റിംഗ് വെച്ചിരുന്നു. അതിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പേഷ്യൻസ് ഇൻഫെക്റ്റഡ് വിത്ത് 2019 നോവൽ കൊറോണ വൈറസ് ഇൻ വുഹാൻ, ചൈനയിലുണ്ടായ നോവൽ കൊറോണ വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അതായത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് സ്റ്റഡി നടത്തിയപ്പോൾ ആർസനിക്കം ആൽബം ഒരു പോസിബിൾ പ്രിവെൻറ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നാണ് ഇവരുടെ സയൻറ്റിഫിക് അഡ്വൈസറി ബോർഡ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് ആർസനിക്കം ആൽബം ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി പറയുന്നത് ഇതാണ്. HD29 സെൽസിൻ്റെയും ഹ്യൂമൻ മാക്രോഫേജസിൻ്റെയും കൗണ്ട് ആർസനിക്കം ആൽബം കൂട്ടുന്നു. പിന്നെ നമ്മുടെ ബോഡിയിൽ ഒരു വൈറസ് കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡീപ്പായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ്, കുറച്ച് റിയാക്ഷൻസ്, അതിലൊക്കെ ആർസനിക്കം ആൽബത്തിന് റോൾ ഉള്ളതായിട്ടാണ് പറയുന്നത്. പിന്നെ കൂടാതെ റെസ്പിറേറ്ററി അഫെക്ഷൻസിന് പൊതുവേ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ആർസനിക്കം ആൽബം. കൊറോണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്നത് ഒരു മോറോവർ ഒരു റെസ്പിറേറ്ററി ഒരു ഡിസീസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സാർസിനകത്ത് വരുന്നതുകൊണ്ട്. അതുകൊണ്ടുകൂടെ നമുക്ക് ആർസനിക്കം ആൽബം പോസിബിൾ പ്രിസ്ക്രിപ്ഷനാണ് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ. എങ്ങനെ പീപ്പിൾ ഹവർ ഷുഡ് ഓൾസോ ഫോളോ ജനറൽ മെഷേഴ്സ് ആസ് പെർ ഹെൽത്ത് അഡ്വൈസറി എബവ്, അതായത് ഇതൊക്കെയാണെങ്കിലും കൃത്യമായിട്ട് ജനറൽ മെഷേഴ്സ് പാലിക്കണം എന്നും CCRH സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റൊരു ജേണലാണ്, വേൾഡ് ജേണൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് 2020 മാർച്ചിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് 30th ഏപ്രിൽ 2020 ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത് ഡോക്ടർ നീരജ് പരീഖ് MD ഹോമിയോപ്പതി ഉള്ള ആളാണ്. പിന്നെ ഡോക്ടർ ദേവങ് പരീഖ് MD ഫാർമക്കോളജി. അപ്പോൾ ഇവരുടെ സ്റ്റഡിയിൽ ഇതുപോലെ തന്നെ ഇവർ ചെയ്തിരിക്കുന്നത് ആർസനിക്കം ആൽബത്തിൻ്റെ റോളാണ്. അപ്പോൾ ഇതിലും ഇവർ പറയുന്നുണ്ട് ഇങ്ങനെ റോൾ ഓഫ് ഹോമിയോപ്പതി, ഇതിന് മുന്നേ ഉള്ള കുറച്ച് എപ്പിഡമിക്സിൻ്റെ കാര്യം, പിന്നെ എങ്ങനെയാണ് ഒരു എപ്പിഡമിക്സിൽ പ്രിവെൻറ്റീവായിട്ട് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ഒരു മെഡിസിൻ സെലക്ട് ചെയ്യുന്ന സ്റ്റഡിയുടെ രീതികളും ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആയുഷിൽ സജസ്റ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ ആർസനിക്കം ആൽബത്തിനെ പറ്റി ഇവരും ഒരു സ്റ്റഡി നടത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1500ഓളം പോസിറ്റീവ് കേസസ് ഉള്ള ഒരു ഏരിയയിൽ 100ഓളം ഫാമിലീസിന് ഇവർ ആർസനിക്കം ആൽബം കൊടുത്തു. അതിൽ ഏകദേശം 400 ആൾക്കാർ മരുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം 6 ആഴ്ചകൾക്ക് ശേഷം അവരൊരു ഫോളോ അപ്പ് എടുക്കുകയാണ്. ആ ഫോളോ അപ്പിൽ ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് നൺ ഓഫ് ദ പേഷ്യൻസ് ഓർ ഫാമിലി മെമ്പേഴ്സ് ഹാവ് റിപ്പോർട്ടഡ് COVID-19. ആ ഫോളോ അപ്പിൽ അവർക്ക് ആർക്കും തന്നെ പോസിറ്റീവായിട്ടുള്ള COVID-19 കേസസ് കിട്ടിയിട്ടില്ല. ഇതവിടെ ആ ഒരു ടേബിൾ കാണിക്കുന്നുണ്ട്. 17 പേരുടെയോളം ഫോളോ അപ്പ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും
ഈ 17 പേരുടെ പേര് പോസിറ്റീവായിട്ടുള്ള കേസിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഗവൺമെൻറ് അതോറിറ്റി എന്നൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും അവർ അതോടെ ഒരു ബെനിഫിറ്റഡ് ആയിട്ട് പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ ഹോമിയോപ്പത്തിക് റെമഡി കഴിച്ച് ബെനിഫിറ്റഡ് ആയിട്ടാണ് അവർ അതോടെ കൂട്ടുന്നത്. അപ്പോൾ അവരുടെ സ്റ്റഡീസിൽ നിന്നും ഇതാണ് മനസ്സിലാവുന്നത്, ആർസനിക്കം ആൽബം ഇതുപോലെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടോ അല്ലെങ്കിൽ പ്രിവെൻറ്റീവായിട്ടോ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ്. എന്നാലും അവരിവിടെ ആഡപ്പ് ചെയ്യുന്നുണ്ട്, the best way to prevent COVID-19 infection is via social distancing by avoiding contact transmission. ഈ എല്ലാ ജനറൽ മെഷേഴ്സും ഗുഡ് ഹെൽത്ത്, പേഴ്സണൽ ഹൈജീൻ, ഇമ്മ്യൂണിറ്റി ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിൻ്റെ ഒപ്പം. പക്ഷെ നമ്മളൊരു ഒരു ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ കൂടെയാണ് ഈ ആർസനിക്കം ആൽബത്തിനെ അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ജനറൽ മെഷേഴ്സ് അവോയ്ഡ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അവരും കൂടെ ചേർക്കുന്നത്. അങ്ങനെ ഇന്നത്തെ Q&A സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഏകദേശം COVID-19 ഹോമിയോപ്പതിയെ പറ്റിയിട്ടുള്ള കുറച്ചൊക്കെ സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.